ഇന്ന് കിരീടം സിനിമയുടെ റിലീസ് ഫംഗ്ഷനാണ്. അതിലേക്ക് ലാലേട്ടനും മറ്റു താരങ്ങളും എത്തിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഓരോരുത്തരും ഒഴുക്കിയ ആ ഒരു കണ്ണീരിന് ഇന്നും അതേ ഈർപ്പമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് NFDCയുടെ സഹകരണത്തോടുകൂടി 7 ആർട്സ് എന്റർടൈൻമെന്റ് ഡോൾബി അറ്റ്മോസിൽ 4K ദൃശ്യ ഭംഗിയോടുകൂടി കിരീടം ജൂലൈ 3 തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തിക്കുന്നു എന്ന ആ ഒരു വാർത്ത അറിഞ്ഞ അന്നു മുതൽ എവിടെയാമോ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചെറിയ വിങ്ങലുണ്ട്. ഒരുപാടധികം അതുല്യ കലാപ്രതിഭകൾ ഒത്തൊരുമിച്ചപ്പോൾ അവരുടെ സംഗമത്തിലൂടെ പിറവി കൊണ്ട ഒരു ചലച്ചിത്ര വിസ്മയം തന്നെയാണ് കിരീടം എന്നത്. ഇതിഹാസങ്ങളായ അവരിൽ പലരും ഇന്ന് നമുക്കൊപ്പമില്ല. ആ മഹാ ആത്മാക്കൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ ഈ ഒരു ചടങ്ങ് നമുക്ക് താങ്ക് യു സോ മച്ച് സർ. എല്ലാവർക്കും നമസ്കാരം. ഇത് വളരെ ഔപചാരികമായ ഒരു if we can preserve our cinema, then only we can be able to watch it. And that's why this gem of a Indian cinema, cult classic, the 35mm print is there. We have preserved for many years in our Pune archive, and that's how we could be able to do this restoration. 35mm is the best source, and that's why 4K restoration is possible. I request all the film industry members here, because I'm sure Malayalam cinema is one of the best in terms of Indian cinema. So whosoever is having such films, such prints or any other material, please come forward and deposit that element in the archive, because if only we preserve now, our future generations will be able to see. And archives job is not only preservation, because the technology has changed from analog to digital. So if we have to ഒരാളാണ് ഞാൻ. കാര്യം എല്ലാ ദിവസവും അവരെ കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ അഭിനയിക്കുന്ന ആ ഫ്രെയിമിൽ അവരില്ല. അതിലാരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ലെന്ന് സങ്കടത്തോടെ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അവരെ മനസ്സിൽ ഓർക്കുന്നു എല്ലാവരെയും. ലൂഹിയുടെ ഒരുപാട് സിനിമകൾ പിന്നെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോഴാണ് പല കാര്യങ്ങളും ഞാൻ ഓർക്കുന്നത്. തൂവാനത്തുമ്പികളുടെ സെറ്റിൽ എന്നും ഞാനും പാർവതിയായിട്ടൊക്കെ അഭിനയിക്കുന്ന സിനിമയാണ്. അവിടെയാണ് വന്ന് ഇതിൻ്റെ കഥ പറയുന്നു, അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാകും എന്ന് പറയുന്നതൊക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാൻ മറന്നുപോയി. അടുത്ത വർഷം കഴിഞ്ഞാൽ 50 വർഷമായി. അപ്പം ആദ്യത്തെ സിനിമ കഴിഞ്ഞ് പിന്നെ രണ്ടാമത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലേക്ക് അതിൻ്റെ അവസാന ദിവസമാണ് ഞാൻ പോകുന്നത്. പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അങ്ങനെ അവിടെ ചെന്ന് എന്നോട് അഭിനയിക്കാൻ പറഞ്ഞു. ഒരു സീൻ തന്നിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. അന്ന് അതിലെ ഡയറക്ടർ ഫാസിലുണ്ട്, പിന്നെ ജിജോ ഉണ്ട്, സിബി മലയിലുണ്ട്, വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ ആ സീനൊക്കെ അഭിനയിച്ചു കഴിഞ്ഞിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പക്ഷെ ഈ സമയത്ത് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറയാണ്. അത് കഴിഞ്ഞ് 10ലാണ് മാർക്കിടുന്നത്. 10 അല്ലെങ്കിൽ 100ലാണ് മാർക്കിടുന്നത്. അങ്ങനെ ഓരോരുത്തർ മാർക്കിട്ടു. അന്ന് എനിക്ക് ഏറ്റവും നല്ല മാർക്ക് തന്ന് എന്നെ സഹായിച്ച ആളാണ് സിബി. 2 മാർക്ക്, 100ൽ 2 മാർക്ക് തന്നു. പക്ഷെ അദ്ദേഹം എനിക്ക് പിൽക്കാലത്ത് 2 നാഷണൽ അവാർഡ് തന്നു. എൻ്റെ ആദ്യത്തെ നാഷണൽ അവാർഡ് കിരീടത്തിനായിരുന്നു, അന്നത്തെ സ്റ്റേറ്റ് അവാർഡും. അതുപോലെ അടുത്തത് ഭാരതം, അന്നും നാഷണൽ അവാർഡാണ്, അത് കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡാണ്. ഷിബി, താങ്ക് യു സോ മച്ച്. അതായത് നമ്മൾ ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ സാധിച്ചു. പിന്നെ സിനിമയുടെ പല മാറ്റത്തിലൂടെയൊക്കെ ഓരോരുത്തർ സഞ്ചരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.